വി.ഡി. സതീശനെ എല്ലാം കഴിഞ്ഞ് അവസാനം കറിവേപ്പില പോലെ എടുത്തു കളയാനാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ കേരള ജനതയോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന അതായിരിക്കും. അതൊരിക്കലും കേരള ജനത പിന്നീട് പൊരുത്തപ്പെട്ടു തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അയാൾക്ക് വേണ്ടി കൈ ഉയർത്താൻ MLA-മാരുടെ എണ്ണം കുറവായിരിക്കും. കാരണം അയാൾ വളർത്താൻ ശ്രമിച്ചത് ഗ്രൂപ്പിസമായിരുന്നില്ല. അയാൾ വളർത്താൻ ശ്രമിച്ചത് ഒന്നുമല്ലാത്ത UDF-നെ ഇന്ന് ഈ 102-ന്റെ പദവിയിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾ വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. 49-ലുണ്ടായിരുന്നത് 41-ലേക്ക് മാറ്റിയ ആളെയല്ല നമുക്ക് മുഖ്യമന്ത്രിയായി വേണ്ടത്. 41-ൽ നിന്നും അത് 102-ആക്കി ഉയർത്തിയ അദ്ദേഹത്തെയാണ് കേരള ജനതക്ക് മുഖ്യമന്ത്രിയായി വേണ്ടത്. കഴിഞ്ഞ 10 വർഷത്തോളമായി LDF സർക്കാർ ചെയ്ത ഒരുപാട് അഴിമതികളെ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് അതെത്തിച്ച് ഇന്ന് അവരെ വീട്ടിലിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വി.ഡി. സതീശൻ ചെയ്ത പങ്ക് ചില്ലറയൊന്നുമല്ല. അപ്പൊ നമ്മളാരും അദ്ദേഹത്തിന്റെ കഴിവിനെയും അദ്ദേഹത്തിന്റെ പ്രയത്നത്തെയും കാണാതെ പോകരുത്. ഇന്ന് നിങ്ങൾ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞാൽ ഒരിക്കലും കേരള ജനത നിങ്ങൾക്കതിന് മാപ്പ് തരില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. ഒന്നും വേണ്ട, രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു ഫോട്ടോക്ക് താഴെ നിങ്ങൾ വരുന്ന കമന്റുകൾ നോക്കിയാൽ മാത്രം മതി. രാഹുൽ ജി, വി നീഡ് വി.ഡി. സതീശൻ. രാഹുൽ ജി പ്ലീസ്, ഇറ്റ്സ് അവർ റിക്വസ്റ്റ്. രാഹുൽ ജി കേരള के लिए വി.ഡി. സതീശൻ चाहिए, दूसरा किसी को नहीं चाहिए എന്നുള്ള ലക്ഷക്കണക്കിനുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധിക്ക് മലയാളം അറിയുമെങ്കിൽ എസ്സേ പോലെ എഴുതിയിടാനും കേരള ജനത മടിക്കില്ലായിരുന്നു. അത്രയും ആഗ്രഹിക്കുന്നുണ്ട് കേരള ജനത ആ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അദ്ദേഹമല്ലാതെ വേറെ ആരില്ലേ?